എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ വർഷം അതായത് 2022 വരാൻ പോകുന്ന PSC പരീക്ഷകൾ എഴുതാൻ പോകുന്നവർ ഏത് രീതിയിലാണ് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. PSC ഇപ്പോൾ പരീക്ഷ പുതിയതായിട്ട് എഴുതാനായിട്ട് ആദ്യമായിട്ട് PSC എന്താണെന്ന് പോലും അറിയാതെ പരീക്ഷ എഴുതാൻ പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഏത് രീതിയിലാണ് നിങ്ങളുടെ പഠനം ഇനി അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്. PSCയിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ പഠനത്തിൽ വരുത്തേണ്ട കുറേയധികം മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഈ വർഷം നമുക്കറിയാം ഒത്തിരി പരീക്ഷകൾ വരാൻ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിനിപ്പോൾ ആദ്യമായിട്ട് വരാൻ പോകുന്നത് എന്താണ്? ഇപ്പോൾ ഓൾറെഡി CPO CEO ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്, ടെലിഗ്രാമിൽ നോട്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇനി മെയ് മാസത്ത് നമുക്ക് എന്ത് വരാനുണ്ട്? 10th പ്രിലിംസ് വരാനുണ്ട്. അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ. അതിൻ്റെ പ്രിലിമിനറി എക്സാം വരുന്നുണ്ട്. അപ്പോൾ 2022 ഏത് പരീക്ഷയ്ക്കാണെങ്കിലും നിങ്ങൾ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ PSCയിൽ കുറേയധികം മാറ്റങ്ങൾ വന്നല്ലേ. അപ്പോൾ PSC മാറി എന്ന് പറഞ്ഞ് നമ്മൾ പേടിച്ചിരിക്കാതെ നമ്മൾ PSCയുടെ മാറ്റത്തിനോടൊപ്പം സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഉന്നത വിജയം നേടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പഠനം മാറ്റണം. കാരണം നമ്മൾ ആദ്യമൊക്കെ എങ്ങനെയാണ് മുൻവർഷ ചോദ്യങ്ങൾ ഇങ്ങനെ പഠിക്കുക അല്ലെ, 1 വേർഡ് ഒക്കെയാണ് വരിക. അപ്പോൾ നമുക്ക് എന്താണ് വലിയ കാര്യമായിട്ട് അങ്ങനെ ഡീപ്പായിട്ട് പഠിക്കില്ല. നമ്മൾ കോഡും കണക്ഷനൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ആൻസർ എന്താണ് ഹിൻറ്റ് വെച്ച് പഠിക്കും അല്ലേ. ഒരു ചോദ്യം കണ്ടാൽ അതിൻ്റെ ആൻസർ ഇതാണെന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റണം. ആ ഒരു രീതിയിലായിരുന്നു നമ്മുടെ ഇതുവരെയുള്ള പഠനമൊക്കെ. പക്ഷേ ഇപ്പോൾ PSCയുടെ ഈ മാറ്റത്തിനനുസരിച്ച് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇപ്പം നമുക്ക് PSCയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിലൊരു ചോദ്യം നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പഠിച്ചിരിക്കുന്ന ആൾ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആഴത്തിൽ വായിച്ച് മനസ്സിലാക്കി പഠിച്ച ഒരാൾക്ക് മാത്രമാണ് PSCയുടെ ഇപ്പോഴത്തെ ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. നമ്മൾ നല്ല രീതിയിൽ തന്നെ വരികൾക്കിടയിലൂടെ വായിച്ച് അർത്ഥം മനസ്സിലാക്കി അതെന്താണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മനസ്സിലാക്കി മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ച ഒരാൾക്ക് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യ പേപ്പറാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ PSC പരീക്ഷകൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ തയ്യാറെടുക്കുന്നത് അതിൻ്റെ സിലബസ് എടുത്ത് വയ്ക്കുക. ഓക്കെ, സിലബസ് ആദ്യം അറിഞ്ഞിരിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ സിലബസ് എന്താണെന്ന് അറിയാണ്ട് കുറേ അവിടെ നിന്ന് ഇവിടെ നിന്ന് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യം എടുത്ത് വെക്കേണ്ടത് സിലബസ് തന്നെയാണ്. ദെൻ സിലബസ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്യാം. ഇനി ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 1957 റിവോൾട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? റാങ്ക് ഫയലിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങളിങ്ങനെ ഫാക്റ്റായിട്ട് പഠിച്ചു വെച്ചതുകൊണ്ട് ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം നല്ല രീതിയിൽ നമുക്ക് ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ടോപ്പിക്ക് ഹെഡിങ് എഴുതി, ഒന്നാം സ്വാതന്ത്ര്യ സമരം ഹെഡിങ് എഴുതി കഴിഞ്ഞിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആദ്യം SCERT ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഓക്കെ, SCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ വേണം. റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിൽ വേണം. പറ്റുവാണേൽ NCERT ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വെച്ചാൽ കുഴപ്പമില്ല. ഓക്കെ, പറ്റുവാണേൽ NCERT കൂടെ വെക്കുക. അതായത് 10th ലെവൽ ഓക്കെ 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്നവർ NCERT അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിക്കേണ്ട കാര്യങ്ങളില്ല. ചില പോയിന്റ്സ് ഒക്കെയാണ് അതിൽ നിന്നും ആവശ്യമായിട്ട് വരുള്ളൂ. +2 ലെവലുള്ളതും ഡിഗ്രി ലെവലുള്ള പരീക്ഷകളൊക്കെ എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും NCERT ടെക്സ്റ്റ് ബുക്ക് കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, അപ്പോൾ SCERT, NCERT, റാങ്ക് ഫയൽ, അതുപോലെ തന്നെ +1 +2 ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, 10ാം ക്ലാസ് വരെയുള്ള യോഗ്യതയുള്ളവർക്ക് +1 +2 വേണ്ട. ചില ചാപ്റ്ററുകളൊക്കെ അതായത് എക്കണോമിക്സിൻ്റെ ഭാഗത്ത് വരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് +1 +2 എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാനുണ്ടാവുള്ളൂ. ബാക്കി +2
+2 ലെവലും ഡിഗ്രി ലെവലും എഴുതുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് +1 +2 ടെക്സ്റ്റ് ബുക്കും എടുത്തു വെക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എടുത്തു വെച്ചതിന് ശേഷം നിങ്ങൾ എഴുതിയ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ SCRTയിലുള്ള ചാപ്റ്ററുകൾ മുഴുവനായിട്ടും വായിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതേ ഭാഗത്ത് റാങ്ക് ഫയൽ വായിക്കാം. SCRTയിലുള്ള ചില പോയിന്റ്സ് റാങ്ക് ഫയലിൽ ഉണ്ടാവില്ല, റാങ്ക് ഫയലിലുള്ള ചില പോയിന്റ്സ് SCRTയിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട SCRTയിലെയും റാങ്ക് ഫയലിലെയും NCRTയിലെയും +1 +2 ടെക്സ്റ്റ് ബുക്കിലെയും എല്ലാ പോയിന്റ്സും നമ്മൾ വായിച്ച് എല്ലാത്തിനെയും കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മളൊരു നോട്ട് തയ്യാറാക്കുക. നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ എഴുതി തയ്യാറാക്കുന്ന നോട്ടായിരിക്കണം. ഓക്കെ ആണല്ലോ? അല്ലാതെ നമ്മളൊരു കുറേ SCRT അവിടെ വായിച്ചു, അത് കഴിഞ്ഞ് റാങ്ക് ഫയൽ പോയി അവിടെ വായിച്ചു, അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കണക്ഷൻ തോന്നില്ല. കാരണം ഇപ്പോഴത്തെ പരീക്ഷ PSC പരീക്ഷയുടെ ചോദ്യങ്ങളൊക്കെ ആ ഒരു ലെവലിലുള്ളതാണ് അല്ലേ. നമുക്ക് കൃത്യമായിട്ടൊരു കാര്യം എന്താണെന്ന് മനസ്സിലായാൽ മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ രീതിയിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പോയിന്റ്സും കൂടെ ചേർത്തിട്ട് SCRTയും NCRTയും +1 +2 അതുപോലെ തന്നെ റാങ്ക് ഫയലും, ഇനി ഏതെങ്കിലുമൊക്കെ നിങ്ങൾ യൂട്യൂബ് ചാനൽസ് കാണുന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സൊക്കെ കണ്ട് എല്ലാ രീതിയിലും മനസ്സിലാക്കിക്കൊണ്ട് മൊത്തത്തിൽ നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു നോട്ട് തയ്യാറാക്കുക. ആ ഒരു നോട്ടായിരിക്കും നിങ്ങളെ വിജയത്തിലോട്ട് എത്തിക്കുക. ആ രീതിയിൽ തന്നെ നമ്മളിപ്പോൾ ഓരോ ടോപ്പിക്കിൻ്റെയും നമ്മൾ ആ രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ പഠിക്കുന്നത് എത്രത്തോളം ഡീപ്പായിട്ട് പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. അല്ലാതെ നമ്മൾ SCRT പഠിക്കുന്നു എന്ന് പറഞ്ഞ് SCRT ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ റാങ്ക് ഫയലാണ് പഠിക്കുന്നതെങ്കിൽ A to Z വായിച്ചു പോവുക, ആ ഒരു രീതിയിൽ പഠിക്കരുത്. ഓക്കെ, ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കിട്ടുന്ന എല്ലാ പോയിന്റ്സും കളക്ട് ചെയ്ത് നിങ്ങളൊരു നോട്ട് ഉണ്ടാക്കുക. അങ്ങനെ ഓരോ ടോപ്പിക്കിൻ്റെയും നിങ്ങൾ നോട്ട് തയ്യാറാക്കി പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും നല്ല രീതിയിൽ തന്നെ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് ഏത് രീതിയിൽ ചോദ്യം വന്നാലും, 1 വേർഡ് ആയിക്കോട്ടെ, പ്രസ്താവന ആയിക്കോട്ടെ, ഏത് രീതിയിൽ വന്നാലും ഈ രീതിയിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയ പാറ്റേൺ ചോദ്യങ്ങൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഇപ്പോൾ കഴിഞ്ഞ പുതിയ പാറ്റേൺ ചോദ്യം വരാൻ തുടങ്ങിയത് LDC എക്സ് സർവീസ്മെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ മുതലാണ് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ടൈമിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ട് ഇങ്ങോട്ട് ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ കളക്ട് ചെയ്യുക. ഏത് രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും വർക്കൗട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. നമ്മൾ ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഈ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഉൾപ്പെടുത്തി നമ്മളൊരു ക്ലാസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് കണ്ടു നോക്കുക. ഓക്കെ, അല്ലാത്തവർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ നോക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഉടനെ തന്നെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ അങ്ങനെയുള്ള പ്രസ്താവന രീതിയിലുള്ള ചോദ്യ പേപ്പറൊക്കെ കളക്ട് ചെയ്യുക, നോക്കുക ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ഏത് ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത് മൊത്തത്തിൽ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുകയായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക. ഓക്കെ, അല്ലാതെ നമ്മളൊന്നും മനസ്സിലാക്കാതെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വാരി വലിച്ച് പഠിച്ചതുകൊണ്ട് നമുക്ക് ഒരിക്കലും പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. ഹാർഡ് വർക്ക് ചെയ്തോളൂ, പക്ഷേ അതിൻ്റെ കൂടെ എന്ത് വേണം? സ്മാർട്ട് വർക്കാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറെടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ PSC ബുള്ളറ്റിൻ അങ്ങനെയുള്ള അല്ലെങ്കിൽ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ ഏതെങ്കിലും ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിലൊത്തിരി മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് വർക്കൗട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനും എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ നമുക്ക് തൊഴിൽ വാർത്തയോ തൊഴിൽ വീഡിയോ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ, അതുപോലെ തന്നെ PSC ബുള്ളറ്റിൻ ഒരിക്കലും ഒഴിവാക്കരുത്. നമുക്ക് കഴിഞ്ഞ കുറേ പരീക്ഷകൾക്ക് നമുക്ക് മനസ്സിലായത് PSC ബുള്ളറ്റിനിൽ നിന്നുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ PSC ബുള്ളറ്റിനിൽ നിന്ന് കിട്ടുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ എല്ലാ തരത്തിലും നിങ്ങൾ വായിക്കുക. കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. ന്യൂസ് പേപ്പറൊക്കെ നല്ല രീതിയിൽ വായിക്കുക. കറണ്ട് അഫയേഴ്സിന് മുൻതൂക്കം കൊടുത്തിട്ട് അതും നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യുക. മാത്സും ഇംഗ്ലീഷും മലയാളവും മുൻവർഷ ചോദ്യങ്ങളിലൂടെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം മാത്സും മലയാളവും ഇംഗ്ലീഷും മുൻവർഷ ചോദ്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ആ ഒരു മോഡലൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും അവിടെ കാണാനില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് മുൻവർഷ ചോദ്യങ്ങളിലൂടെ തന്നെ മുൻപ് പഠിച്ചതുപോലെ തന്നെ പഠിച്ചാൽ മതിയാവും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ PSC പരീക്ഷകളിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ
ക്ലാസ്സുകൾ ഇപ്പം നമ്മൾ ഫെബ്രുവരി മാസത്തേക്കുള്ള CPOയുടെയും CEയുടെയും സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും കാണുക. ഇനി നമുക്ക് 10th പ്രിലിംസിൻ്റെ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മൾ ഉടനെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് 10th പ്രിലിംസിൻ്റെ. അപ്പോൾ നമ്മൾ മെയ് മാസം പ്രിലിമിനറി എക്സാം തുടങ്ങുമ്പോഴത്തേനും നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SCRT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്